ലോകത്തിൽ യേശു ആഗ്രഹിക്കുന്ന ഒരു ഫലദായകമായ ജീവിതം ഉണ്ടാവണമെങ്കിൽ അതിനുള്ള ഏക വഴി എപ്പോഴും കർത്താവിനോട് കൂട്ടായ്മയിലായിരിക്കുക എന്നുള്ളതാണ്. അതുകൊണ്ടാണ് പറയുന്നത്, യേശു ക്രിസ്തുവിനോട് ഐക്യപ്പെടുന്നവർക്ക് ശിക്ഷാവിധിയില്ല. നമുക്ക് ആ ഒരു സ്നേഹത്തിൻ്റെ തലം നമ്മളിൽ വെളിപ്പെടുന്നതിന് നമ്മളെ സഹായിക്കേണ്ടതാണ് വിശുദ്ധ കുർബാന. ഈ ഒരു പശ്ചാത്തലത്തിലാണ് നമ്മൾ ഇന്ന് നമ്മുടെ ഇടയിൽ നടന്നുകൊണ്ടിരിക്കുന്ന പല കാര്യങ്ങളെയും കാണേണ്ടത്. 100% സ്നേഹമാകാൻ നമ്മളെ സഹായിക്കേണ്ടതാണ് ദിവ്യകാരുണ്യം. ആ ദിവ്യകാരുണ്യം തന്നെ നമുക്കിടയിൽ ഭിന്നതയ്ക്കും ശത്രുതയ്ക്കും വഴക്കിനും കലഹത്തിനും അടിക്കും ബഹളത്തിനുമൊക്കെ കാരണമാകുമ്പോൾ എന്തുമാത്രം ഒരു മറു സൈഡിലാണ്, യേശു പറഞ്ഞ കാര്യങ്ങളുടെ ആ ഒരു ഓപ്പോസിറ്റ് സൈഡിലാണ് നമ്മൾ നിൽക്കുന്നതെന്ന് ഓർക്കണം. കുർബാന സ്വീകരിക്കുന്ന നമുക്ക് ആരോടും വഴക്കുണ്ടാക്കാൻ അവകാശമില്ല, ആരെയും വെറുക്കാൻ അവകാശമില്ല, ആരെയും മാറ്റി നിർത്താൻ അവകാശമില്ല, കുർബാനയുടെ പേരിലും തല്ലുകൂടാൻ നമുക്ക് അവകാശമില്ല എന്നൊക്കെ പ്രായോഗികമായിട്ടും കാലികമായിട്ടും വായിച്ചെടുക്കാൻ കഴിയട്ടെ. ഈ ഭാഗങ്ങൾ വായിക്കുമ്പോൾ ഞാൻ പ്രാർത്ഥിക്കുന്നു.